പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ അപ്പൻ്റെ നാവുകൾ സ്വതന്ത്രമാക്കിയിട്ടാണ് സ്നാപക യോഹന്നാൻ്റെ ഈ ലോകത്തിലേക്കുള്ള കടന്നുവരവ്. ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി തൻ്റെ പിതാവിൻ്റെ ജീവിതത്തിന് സ്വർഗത്തിൻ്റെ വാക്കുകളുടെ ബലം പകർന്നു കൊടുത്തുകൊണ്ടൊരു ജനനം. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന വലിയ ദിവസമാണിത്. 3 പേരുടെ മാത്രം ജനന തിരുനാളുകൾ കത്തോലിക്ക സഭ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും ശേഷം അതിലൊരാളുടെ പേര് വിശുദ്ധ സ്നാപക യോഹന്നാൻ എന്നാണെങ്കിൽ ഈ ഒരു മനുഷ്യൻ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽ എത്ര അഗ്രഗണ്യനാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിനുള്ള വലിയൊരു കാരണം വചനം പറയുന്നുണ്ട്. അവൻ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയുമായിട്ട് എലിസബത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉദരത്തിൽ കിടക്കുന്ന ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന, പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി തുള്ളിച്ചാടുന്നൊരു കാഴ്ചയുണ്ട്. ഈശോയുടെ സാന്നിധ്യം പുറമേ ഉള്ള ലോകത്തറിയുമ്പോൾ തന്നെ, അത് ഉള്ളിലിരുന്ന് അറിയുമ്പോൾ തന്നെ തൻ്റെ അമ്മയുടെ ജീവിതം മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള ഈ ഒരു തുള്ളിച്ചാട്ടം ഈ ഒരു വിശുദ്ധ സ്നാപക യോഹന്നാൻ നടത്തുന്നത് കാണാം. ഇത് തന്നെ അദ്ദേഹം ജനിച്ചതിന് ശേഷവും ജീവിതത്തിൻ്റെ അവസാനം വരെയും നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ സഖറിയാസ് കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുന്ന ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. സ്വപ്നമായിരുന്നു. നിലവിളിയോടുകൂടെയുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പൻ്റെ ഉള്ളു തറച്ചുള്ള പ്രാർത്ഥനയായിരുന്നു അത്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ നിലവിളി സ്വർഗം കേട്ടത് കണക്ക് പിന്നീട് സ്നാപക യോഹന്നാൻ വളർന്നു വരുന്ന കാഴ്ച നമ്മൾ കാണും. അതിനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വചനങ്ങളിൽ ഇപ്രകാരം വായിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടാവുന്നു, ആത്മാവിനാൽ ശക്തിപ്പെടുന്നു. ദൈവത്തോടു കൂടെ ആയിരിക്കാൻ ഈ ലോകത്തിൽ നിന്നിങ്ങനെ വിരക്തമായിട്ടുള്ള മനസ്സോടുകൂടെ മാറി നിൽക്കുന്നു. എന്തിനാണ് ജനിച്ചതെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുളവാക്കത്തക്ക വിധത്തിൽ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗം ഉറപ്പ് കൊടുത്തൊരു വിശുദ്ധനായ അസാധാരണക്കാരനായ ഒരു ശക്തനായ പ്രവാചകൻ്റെ തിരുനാൾ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ വായനയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കിയ തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിപ്പിച്ചു വെച്ചു. ഈ സ്നാപക യോഹന്നാനെ ജീവിതം നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇത്രയ്ക്ക് ശക്തനായിട്ടുള്ള, ഇത്രയ്ക്ക് ഫിയർലെസ് ആയിട്ടുള്ള ഒരു പ്രവാചകനെ നമുക്ക് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ വേറെ കാണാൻ കിട്ടില്ല. ഹി വാസ് ഒരു ഇൻസ്പിരേഷൻ. അതായത് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസ്പയറിങ് ജീവിതമായിരുന്നു. കണ്ടുമുട്ടുന്നവരുടെയൊക്കെ കൂടെയുള്ളവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ക്രിസ്തു എന്നുള്ള മഹാസത്യത്തിൻ്റെ ഒരിക്കലും പൊലിയാത്ത പ്രകാശം പകർന്നു കൊടുത്തുകൊണ്ട് തീയിട്ട് കൊടുക്കുന്നത്ര വലിയ ചൂട് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിച്ച ഒരു മഹാപ്രവാചകൻ, ധീരനായിട്ടുള്ള ഒരു ശക്തനായിട്ടുള്ളൊരു പ്രവാചകൻ, രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുഖം വാടാതെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി നിന്ന് കൊടുത്ത ധൈര്യമുള്ള ഒരു പ്രവാചകൻ. പറഞ്ഞാലും തീരാത്തത്ര വിശേഷണങ്ങളുണ്ട് ഈ ശക്തനായിട്ടുള്ള ക്രിസ്തുവിൻ്റെ വഴികാട്ടിക്ക്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. പറഞ്ഞതുപോലെ ജനിച്ചത് എന്തിനാണെന്ന് കൃത്യമായിട്ടുള്ള തെളിച്ചം കിട്ടിയൊരു മനുഷ്യൻ, അത് അങ്ങനെ തന്നെ ജീവിക്കാനായിട്ട് മനസ്സുറപ്പിച്ച ഒരാൾ, അതിനു വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ മനസ്സായ ഒരാൾ. കർത്താവെ, ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണെന്നറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുൻപിൽ വെല്ലുവിളിയായിട്ട് ഈ ജീവിതം. കുഞ്ഞുനാൾ മുതലേ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ വഴി തെറ്റിച്ച് കളയുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇതാവണം, ഇങ്ങനെ ജീവിക്കണം, ഇതായിത്തീരണം എന്നൊക്കെയുള്ള നമ്മളുടെ നിർബന്ധങ്ങളിൽ പെട്ട് ഞെരുങ്ങി ഈ മക്കൾ ദൈവത്തെ മറന്നു പോവാതിരിക്കാൻ, അവൻ്റെ പ്രവാചകനും പ്രവാചികയുമായി ജീവിക്കേണ്ടവരാണെന്നുള്ള തെളിച്ചത്തിൽ നിന്ന് അകന്നു പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം. പ്രവാചകനാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെ കണ്ടുമുട്ടുന്നവരോടൊക്കെ വിളിച്ചു പറയാന്നുള്ളത് തന്നെ അർത്ഥം, വേറൊന്നുമില്ല. തമ്പുരാനോട് പ്രാർത്ഥിക്കണം.
നമ്മുടെ മക്കളിങ്ങനെ ചെറുപ്പത്തിലെ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യരായി ഈശോയുടെ സൈഡ് നിൽക്കുന്ന ഹി വാസ് ഐ മറ്റ് ഹിസ് സൈഡ്, ഞാൻ ഈശോയുടെ സൈഡാണ്, ഞാൻ ഈശോയെ ചൂസ് ചെയ്തേക്കാം. ഈ കഴിഞ്ഞ ദിവസം വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഏത് ടീമാണ്? അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന ടീമാണ്. ബ്രസീലുണ്ട്, അർജൻറ്റീന ഓഫ് കോഴ്സ് ഉണ്ട്, പോർച്ചുഗലുണ്ട്, മെയിൻ ടീം അതൊക്കെയാണല്ലോ. നമ്മൾ ചോദിക്കും ഈശോൻ്റെ ടീമിൽ വരാനായിട്ട് താല്പര്യമുണ്ടോ? ഈശോൻ്റെ ടീമിലോ? റെഡിയായിരുന്നു അവർ. അത് വലിയ കാര്യമാണ്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്താൽ അവർ കർത്താവിൻ്റെ സൈഡിൽ നിൽക്കാൻ റെഡിയാണെന്ന്. ഈശോയുടെ ടീം ചേരാൻ റെഡിയാണോ? അർജൻറ്റീനയ്ക്ക് വേണ്ടി കുറച്ച് പേര് കൈവെക്കുന്നു, പോർച്ചുഗലിന് വേണ്ടി കുറച്ച് പേര് കൈവെക്കുന്നു, ജർമ്മനിക്ക് വേണ്ടി കുറച്ച് പേര് കൈവയ്ക്കുന്നു, ബ്രസീലിന് വേണ്ടി കൈവെക്കുന്നു. പക്ഷേ ഈശോയുടെ ടീം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൈവെക്കണമെങ്കിൽ ഈ മക്കളുടെ മനസ്സ് അവനിലേക്ക് ഇങ്ങനെ ചാർഞ്ഞി നിൽക്കുന്നുണ്ടാവുമല്ലോ. ഇത് തന്നെയാണ് സ്നാപയോഹന്നാൻ്റെ പിറവി തിരുനാളിൽ നടക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി ഒരു കുഞ്ഞിങ്ങനെ ഉരുവായിത്തീരുന്നു, ഈശോയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞ് പതിയെ വളർന്നു തുടങ്ങുന്നു, ഈശോയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനിങ്ങനെ പരുവപ്പെടുന്നു, കർത്താവിന് വേണ്ടി അയാൾ മരുഭൂമിയിൽ സ്വയം ഒരുക്കുന്നു, ഈശോയെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നാവ് മൂർച്ചയുള്ള അസ്ത്രം പോലെയാക്കുന്നു. എന്നിട്ട് കർത്താവ് എന്ന സുവിശേഷത്തെ ഈ ലോകത്തിന് മുൻപിൽ ഇങ്ങനെ ഒട്ടും ഭയമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാൻ നമുക്ക് മുൻപിൽ വെല്ലുവിളിയായി അതിശക്തനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിനം. കർത്താവേ, ഞങ്ങളെ അവിടുത്തെ പ്രവാചകനാക്കണമേ, ധൈര്യം നൽകി അങ്ങയുടെ സുവിശേഷം വിളിച്ചു പറയാൻ പ്രാപ്തരാക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധമായ വലിയ കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്നുകൊണ്ട് അവിടുത്തെ വലിയ ആശീർവാദം നമുക്ക് വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കാം. ധൈര്യമുള്ള അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങ് തന്ന ജീവിതമാണ്, അങ്ങ് തന്ന ജന്മമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകാൻ, അത് അങ്ങേക്ക് വേണ്ടി തന്നെ വിനിയോഗിച്ചു തുടങ്ങാൻ ഇനിയെങ്കിലും ഈ തിരുനാൾ ഞങ്ങളെ വെല്ലുവിളിക്കട്ടെ. ഞങ്ങളുടെ ഉള്ളിലൊരു തീ കോരിയിടട്ടെ. ഇത്രയും കാലത്തെ ജീവിതമൊക്കെ മാറ്റിവെച്ച് ഇനിയുള്ളൊരു പുതിയ ജീവിതം വിശുദ്ധ സ്നാപക യോഹന്നാനോടൊപ്പം ജീവിച്ചു തുടങ്ങട്ടെ. അദ്ദേഹത്തോടൊപ്പം ക്രിസ്തുവിനെ വിളിച്ചു പറയുന്ന പന്തം പോലെ ജ്വലിക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ ഈശോയെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ അഗ്നിയും സ്വർഗത്തിൻ്റെ കരുത്തും വർഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ.